ബ്രയാൻ റീഡറെ കൂടാതെ ടെറൻസ് പെർക്കിൻസ്, ഡാനിയൽ ജോൺസ്, ജോൺ കെനി കൊളിൻസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ അവർക്കൊരാളെ കൂടി പിടികിട്ടാനുണ്ടായിരുന്നു. അയാളുടെ മുഖമോ ശബ്ദമോ ഒന്നും വ്യക്തമായിരുന്നില്ല. അയാളെ പിടികൂടാൻ പോലീസിന് 3 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ 3 വർഷത്തെ അന്വേഷണത്തിന് ശേഷം 2018 മാർച്ച് മാസത്തിൽ അയാളെ പോലീസ് പിടികൂടി. അയാളുടെ ഫ്ളാറ്റിൽ നിന്നും മോഷണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും മോഷ്ടിച്ച വസ്തുക്കളുടെ കുറച്ച് ഭാഗവും കണ്ടെത്തി. മോഷണ വസ്തുക്കളിൽ നിന്നുള്ള വളരെ ചെറിയ പങ്ക് മാത്രമാണ് തിരികെ ലഭിച്ചത്. ബാക്കി ഡയമണ്ടുകളും ആഭരണങ്ങളും ഇന്നുവരെ പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ല. ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മോഷണങ്ങളിലൊന്നായി ഇത് മാറി. നൂതന ടെക്നോളജികൾ അവർക്കത്ര പരിചിതമായിരുന്നില്ല. അവർ ആശ്രയിച്ചത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തിനെയായിരുന്നു. ഒരു ഓൾഡ് സ്കൂൾ ക്രൈമായി തോന്നിയേക്കാം, പക്ഷേ അതിൻ്റെ ആഘാതം അന്നത്തെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലായിരുന്നു. അത് അവരുടെ അവസാന കവർച്ചയായിരുന്നുവെങ്കിലും ഇംഗ്ലണ്ടിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മോഷണമായി അത് മാറുകയായിരുന്നു.